നമസ്കാരം. ഞാൻ പുതിയതായിട്ട് ആരംഭിച്ച യൂട്യൂബ് ചാനലായ ജസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിവിടെ നിങ്ങൾക്കായി ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഫുഡ് വ്ളോഗാണ്. ഒരു സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഇലയട ഉണ്ടാക്കാമെന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇലയാണ്. വാഴയില എടുക്കുക. അതോടൊപ്പം തന്നെ അരിപ്പൊടി ചൂടുവെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കുഴച്ച് വെച്ച് അരിപ്പൊടി ഉണ്ടോ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ. നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ 1.5 കപ്പ് തേങ്ങ ആവശ്യമാണ്. 1.5 മുറി തേങ്ങ ആവശ്യമാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് പൊടിവർഗ്ഗങ്ങൾ ചേർക്കേണ്ടതുണ്ട്. അത് ഏലക്കാപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ ചുക്ക്, ജീരകപ്പൊടി. ഈ ജീരകവും ചുക്കും 1.5 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 4 ഏലക്ക എടുത്തിട്ട് അത് ഇച്ചിരി പഞ്ചസാരയിൽ മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ള ഉരുണ്ട ശർക്കരയാണ്. അത് ഈ പരുവത്തിന് ഈ ഒരു കുറുകി വരുന്ന രീതിക്ക് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് ശർക്കരയൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഉണ്ടോ തിളച്ച് വരുന്ന രീതി. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത തേങ്ങയുടെ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. കൈ വിടാതെ തന്നെ സാവധാനം ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ കൈവിടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ, കാരണം ശർക്കര നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ ഇത് എളുപ്പം കയറിയാൽ കട്ടിയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചൂട് നിൽക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചൂട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ കിട്ടും ശർക്കരയും തേങ്ങ നല്ല രീതിയിൽ മിക്സ് ആകുക. എളുപ്പം ചൂട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എളുപ്പം തന്നെ നല്ല രീതിയിൽ മിക്സായി കിട്ടാനും നല്ലതാണ്. അതിനുശേഷം നല്ലപോലെ ഇളക്കി മിക്സ് അങ്ങ് യോജിപ്പിക്കുക. എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഇളക്കി നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ ഓൾറെഡി മാവ് ഏകദേശം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ കുറച്ച് മാവെടുത്ത് ഇലയിടകത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇലയിടകത്ത് പരത്തി കൊടുക്കുക. ഇങ്ങനെ കൈ എനിക്ക് ഒട്ടുന്നുണ്ട് കേട്ടോ പരത്തുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ച് ചൂടുവെള്ളം എന്ന് വെച്ചാൽ ഓൾറെഡി തണുത്ത ഇച്ചിരി വെള്ളം എടുക്കുക. ചൂടുവെള്ളം തന്നെ അത് ഇച്ചിരി ചെറിയ ചൂട് നിൽക്കുന്ന രീതിയിലെടുത്ത് നമ്മൾ ഈ മിക്സ് അങ്ങൊന്ന് പരത്തി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് മുക്കി കൊടുക്കുക. അപ്പോൾ കയ്യിലൊട്ടില്ല. അതിനുശേഷം നമ്മുടെ തേങ്ങയുടെ മിക്സ്, ശർക്കരയും കൂടെയുള്ള മിക്സ് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടൊന്ന് പരത്തുക. അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. ആ മിക്സ് നല്ല രീതിയിൽ തന്നെ കൈ കൊണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നല്ലപോലെ പരത്തി കൊടുക്കുക. അതിനുശേഷം മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അമർത്തി പ്രസ് ചെയ്യരുത് കേട്ടോ. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അമർത്തി പ്രസ് ചെയ്താൽ ചിലപ്പോൾ ഈ ഇലയിലോട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി എല്ലാ സൈഡും. അതിനുശേഷം നമ്മൾ ഇഡ്ഡലിക്കുട്ടത്തിലേക്ക് നേരത്തെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഡ്ഡലിക്കുട്ടത്തിൽ ഇട്ട് നമ്മൾ എടുത്ത് വെക്കുക. ഫസ്റ്റിലത്തെ ഇലയുടെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഇലയിടയ്ക്ക് വേണ്ടി ഇതുപോലെ നല്ല രീതിയിൽ കണ്ടോ. ഇടയ്ക്ക് വെള്ളം നമ്മൾ മുക്കി കൊടുക്കുമ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ ഒട്ടില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ എളുപ്പത്തിലിങ്ങനെ പരന്ന് കിട്ടാനും നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കും ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് കയ്യിൽ. പിന്നെ മിക്സി നമ്മൾ തേങ്ങയും ശർക്കരയും ചുക്കും ഏലക്കയും അതുപോലെ തന്നെ ജീരകവും എല്ലാം കൂടെയുള്ള മിക്സ് ഇങ്ങനെ പരത്തി കൊടുക്കുക. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഓക്കെ, ഈ പരത്തി കൊടുത്തതിന് ശേഷം ഇതേ കണക്ക് തന്നെ ക്രോസായിട്ട് മടക്കി കൊടുക്കുക നല്ല രീതിയിൽ. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതി ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. പതുക്കെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഇലയുടെയും നമ്മൾ അതിലോട്ട് വെച്ചിട്ടുണ്ട്, ഇഡ്ഡലിക്കുട്ടത്തിലോട്ട്. അങ്ങനെ ഓരോന്നും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു 7 ഇലയുടെയോളം എനിക്ക് കിട്ടി. പിന്നെ ഒരു കുഴക്കട്ടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഓക്കെ, അങ്ങനെ നമ്മളൊരു 10-20 മിനിറ്റ് ഇത് വേവാൻ വെക്കുക. അതിനുശേഷം നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട് കേട്ടോ. തുറക്കാം. കണ്ടോ ആവി പറക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഇലയടയാണ് കേട്ടോ. കണ്ട ഉരുണ്ട കുഴക്കട്ടയുണ്ട്. ഒരു കുഴക്കട്ട ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ.
ഓക്കെ, ഇങ്ങനെ 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാം, തുറന്ന് ഞാൻ കാണിക്കാം കേട്ടോ. തുറന്ന് കാണിക്കാം. ഇത് ഈ ഒരു രീതി കിട്ടും. ഇലയിൽ അങ്ങനെ ഒട്ടാൻ പാടില്ല കണ്ടോ. ഇങ്ങനെ പെർഫെക്റ്റായിട്ട് രീതി, ഇങ്ങനെ പെർഫെക്റ്റായിട്ട്, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ഇലയുടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഇച്ചിരി തേയില വെള്ളം തയ്യാറാക്കിയിട്ടുണ്ട്. ഏലക്കൊക്കെ ഇട്ട തേയില വെള്ളമാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ പിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ രീതി പെർഫെക്റ്റായിട്ട് കിട്ടും. എല്ലാവരും കഴിക്കുക, നല്ല ഇതേ രീതി എല്ലാവരും ട്രൈ ചെയ്യുക, കഴിക്കുക. നല്ല ടേസ്റ്റാണ്.